ഹായ് ഓൾ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേത് നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ് കേട്ടോ, അതായത് ഉമ്മലി. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുക്കുക. അതിലേക്ക് 2.5 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി നമുക്കിതിലേക്ക് 1/3 കപ്പിൽ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്തിട്ട് മൊത്തത്തിൽ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പിലേക്ക് മാറ്റാം. നമ്മളുടെ ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഏലക്കപ്പൊടി ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് മാറ്റം വരും. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്കിത് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ പാലിവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പാലൊക്കെ നന്നായി തിളച്ച് പൊങ്ങി വന്നാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതുപോലെ ഒരു ട്രേ എടുക്കാം. അതിലേക്ക് ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 8 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എഡ്ജൊന്നും കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഒരുപോലെ ഒന്ന് നിരത്തി ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പംകിൻ സീഡും കാഷ്നട്ടും ആൽമണ്ടും പിന്നെ കുറച്ച് റൈസിൻസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കലാണ്. നട്ട്സ് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ. കൂടുതൽ നട്ട്സ് ഇടുമ്പോൾ അത്രയും ടേസ്റ്റി ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നട്ട്സ് ഇല്ലാതെയും ഇത് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും നമ്മളുടെ പാലും അതുപോലെ ബ്രെഡും ആണല്ലോ, പിന്നെ ക്രീമും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ നട്ട്സിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബേക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നട്ട്സിൻ്റെ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അത് ഇതുപോലെ എല്ലാ സൈഡിലും ഒരുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ മിൽക്ക് മിക്സ് മൊത്തം നമ്മൾ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ടേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ക്രീമിൻ്റെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പക്കിൻ്റെ തിക്ക് ക്രീമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് 250 ml ഉണ്ട്. ഇതിൽ നിന്നും ഒരു ഹാഫ് പോർഷൻസ് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ക്രീം നമ്മളുടെ ബ്രെഡിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുകളിൽ എല്ലാ സൈഡിലും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 10 മിനിറ്റ് താഴെയും മുകളിലും ഹീറ്റ് ആവുന്ന രീതിയിൽ വേണം ഓവൻ സെറ്റ് ചെയ്യാൻ. അതിന് ശേഷമുള്ള 10 മിനിറ്റിൽ നമുക്ക് മുകളിൽ മാത്രം ഹീറ്റ് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ഉമ്മലി ഇവിടെ ബേക്ക് ചെയ്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ വേണമെങ്കിൽ സെർവ് ചെയ്യാം, പക്ഷേങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ.
അപ്പം അങ്ങനെ കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സെർവ് ചെയ്യുന്ന ടൈമിൽ ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് നട്ട്സ് ഉണ്ടല്ലോ, അതുകൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ഈജിപ്ഷ്യൻ ഡെസേർട്ടായിട്ടുള്ള അലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.